ഗായ്സ്, ആദിലയുടെ മുഖംമൂടി അഴിഞ്ഞെന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. പുള്ളിക്കാരത്തിയുടെ ഗെയിം ശരിക്കും മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇത്രയും നാളും കണ്ട ഒരു ആദിലയല്ല ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരത്തിയുടെ തനി സ്വരൂപമാണ് നമ്മൾ ശരിക്കും കണ്ടത്. ഇത്രയും നാളും ഇത്രയും നാളും നമ്മൾ നല്ല കൊച്ചുങ്ങൾ, നല്ല കിടിലൻ ഗെയിമേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആദില, നോറ കില്ലൊന്നും ചെയ്യാനില്ല. ആദിലയുടെ ഗ്രാഫ് ശരിക്കും താഴോട്ട് പോവുക. പുള്ളിക്കാരത്തിൽ ഡബിൾ സ്റ്റാൻഡ് പൊളിച്ച് കൈ കൊടുത്തു നമ്മുടെ ബിന്നി. ശരിക്കും ബിന്നിയുടെ ആ ഒരു ഒബ്സർവേഷൻ കണ്ടിട്ടുണ്ടല്ലോ, ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ബിന്നി ഇത്രയും ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നെന്ന് ശരിക്കും ഓർത്തില്ല. നമുക്ക് പുറത്തിരുന്നുകൊണ്ട് എല്ലാവരും ഒബ്സർവ് ചെയ്യാം, കാരണം നമ്മൾ ലൈവായിട്ട് കാണുന്നുമുണ്ട്. അതുപോലെ നമുക്ക് റീവൈൻഡ് അടിച്ച് എല്ലാം കാണാനും കേൾക്കാനും ഒക്കെ പറ്റും. പക്ഷെ അതേപോലെയല്ല അവരുടെ അകത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അത് അവിടെ തീർന്ന് നമ്മൾ മനസ്സിൽ ഓർത്ത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഓർത്തെടുക്കാൻ പറ്റത്തില്ല. അപ്പം അതേപോലെ ഒബ്സർവ് ചെയ്ത് ശരിക്കും ഓർത്ത് വെച്ചേക്കുമായിരുന്നു നമ്മുടെ ബിന്നി. ആദിലയുടെ ഡബിൾ സ്റ്റാൻഡ് ഇന്നലെ പൊളിച്ചടുക്കി നമ്മുടെ ബിന്നിയാണ്. കാരണം ബിന്നിയാണ് വന്ന് പറഞ്ഞത്, നമ്മുടെ ആദിലയാണ് തുടക്കത്തിൽ ആ നെവിനുമായിട്ടുള്ളൊരു തർക്കം നടന്നത്. ആ തർക്കത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് നെവിനോട് ആദിലൊരു ഡയലോഗ് പറഞ്ഞു, നിന്റെ അത്രയും വൃത്തികേടൊന്നും ഇവിടെ ആരും ചെയ്യുന്നില്ല. അവിടെ പെട്ടു ആദില, ശരിക്കും അവിടെ പെട്ടു. നെവിൻ അതിൻ്റെ പുറകെ പിടിച്ച്, ഞാൻ എന്തുവാ ചെയ്തത്, നീ പ്രൂവ് ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ആദിലയ്ക്കൊന്നും പറയാനില്ല. അങ്ങനെ ആദില എല്ലാവരുടെ അടുത്തും ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ചോദിച്ചാണ് നമ്മുടെ ഷാനവാസിനടുത്ത് വന്ന് ഷാനവാസ് പറഞ്ഞത്, നെവിൻ ഇങ്ങനെ എന്നെ ബാഡായിട്ട് ടച്ച് ചെയ്യുമോ അല്ലെങ്കിൽ തോന്നിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷേ ഷാനവാസ് അത് ഇതുവരെ പുറത്ത് ആരോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അൺലെസ് ആദില വന്ന് ചോദിച്ചു, ചേട്ടാ ഞാനത് പുറത്തോട്ട് പറയട്ടെ, കാരണം പുള്ളിക്കാരത്തി അങ്ങനെ ഡയലോഗ് പറഞ്ഞില്ലേ, അപ്പം നെവിനെതിരെ എന്തെങ്കിലുമൊക്കെ എടുത്തടിക്കണ്ടേന്ന് ഓർത്തിട്ടാണ് ആദില പറഞ്ഞത്, ഞാനത് പുറത്തോട്ട് പറഞ്ഞോട്ടെ, ചേട്ടൻ പുറകെ തന്നെ നിൽക്കണമെന്ന്. ഷാനവാസിനാണെങ്കിൽ ഇവരെ വലിയ കാര്യമായിരുന്നല്ലോ. അപ്പം ഷാനവാസ് ഓർത്ത്, നീ പറഞ്ഞോ ഞാൻ നിൻ്റെ പുറകെ തന്നെ നിൽപ്പുണ്ടെന്ന്. അപ്പം ആദില എടുത്തിട്ട് അങ്ങ് പൊട്ടിച്ച്. അതിൻ്റെ പുറകിലാണ് നമ്മുടെ ഷാനവാസും വന്ന് ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ പറഞ്ഞു. പക്ഷേ നമ്മുടെ റിയാസ് വന്നോടെ ആദില പ്ലേറ്റ് മറിച്ച്. കാരണം റിയാസ് വന്നിട്ട് തന്നെ ചെയ്ത് നമ്മുടെ നെവിനെയും ആദിലേനെയൊക്കെ ഒരുമിപ്പിക്കാനുള്ള പരിപാടിയാണ് റിയാസ് ചെയ്ത്. അപ്പം ആദിലയ്ക്ക് തോന്നി നെവിൻ്റെ ഭാഗത്താണ് ശരി, ഷാനവാസ് ചുമ്മാ പറഞ്ഞായിരിക്കും എന്നൊക്കെ. അപ്പം ആദില ഉടനെ അങ്ങ് ഉൾട്ട പറയാൻ തുടങ്ങി. അപ്പോഴാണ് ഷാനവാസ് ചെയ്ത തെറ്റങ്ങ് മനസ്സിലായ, ഒരിക്കലും ഇവൾമാരെ വിശ്വസിക്കാൻ കൊള്ളില്ലായിരുന്നെന്ന്. കാരണം ഇവൾമാർക്ക് വേണ്ടി പുറത്തിട്ട ഒരു വിഷയം ഷാനവാസിന് തിരിച്ചടിച്ചു. കാരണം എല്ലാവരും ഷാനവാസിനെതിരെ പറയാൻ തുടങ്ങി. ഇതെല്ലാം തുറന്ന് കാണിച്ചിട്ടാണ് നമ്മുടെ ബിന്നി ആദിലേൻ്റെ കാര്യം എടുത്തിട്ടത്. സത്യം പറഞ്ഞാൽ ഉള്ള കാര്യമാണ്. ഈ ആദിലയ്ക്ക് എത്ര സ്റ്റാൻഡ് ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. രാവിലെ തൊട്ട് ഉച്ച വരെ നെവിൻ്റെ സൈഡ്, ഉച്ച തൊട്ട് രാത്രി വരെ നമ്മുടെ ഷാനവാസിൻ്റെ സൈഡ്. അത് ഈ ആദ്യത്തെ തവണയല്ല, നമ്മുടെ ആ അനുമോളുടെ വിഷയത്തിലും ഈ ആദിൽ ഇതേപോലത്തെ സ്റ്റാൻഡ് തന്നെയായിരുന്നു. ശരിക്കും നോറയുടെ കാര്യം ഓർത്തിട്ട് ചെറിയൊരു വിഷമമുണ്ട്. കാരണം നോറയുടെ ഒരു ഗെയിം കളിച്ച് പോവാണ്. നോറയ്ക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഡബിൾ സ്റ്റാൻഡായിട്ട് നോറ ഇതുവരെ നിന്നിട്ടില്ല. പക്ഷേ ആദില കാരണം നോറയ്ക്ക് നല്ല ഹെയ്റ്റ് കിട്ടുന്നുണ്ട്. കാരണം നോറയ്ക്ക് എന്തായാലും ആദിലെ സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അത് എന്തൊക്കെയാണേലും നോറയ്ക്ക് ആദിലേനെ സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം അവർ പാർട്ട്നേഴ്സാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ നോറയ്ക്ക് ശരിക്കും ബാക്ക് ഫെയർ ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. നോറ ഇന്നലെ പൊട്ടിക്കരയുമായിരുന്നു, ഞാൻ ഇതുവരെ ആരും പുറകിൽ നിന്ന് കുത്തിയിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. നോറ കുത്തിയിട്ടില്ല, പക്ഷേ ആദില കുത്തിയിട്ടുണ്ട്. അതിൻ്റെയാണ് നോറ അനുഭവിക്കുന്നത്. എന്തായാലും ആദില കാണിച്ചത് വളരെ തെറ്റായിപ്പോയി. ഒരിക്കലും നമ്മുടെ ഷാനവാസിനെതിരെ പറയരുതായിരുന്നു. കാരണം ഷാനവാസിന് അത്ര കാര്യമായിരുന്നു ഇവരെ. ആദിലയ്ക്ക് വേണ്ടി തുറന്ന് പറഞ്ഞൊരു കാര്യമാണ് അത്, ആദില തന്നെ തിരിച്ചു കുത്താൻ പോയി. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ബിന്നി പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഷാനവാസ് ഒന്ന് പറയാൻ തുടങ്ങി, ഇവൾമാരെ വിശ്വസിച്ചതിൻ്റെ ഏറ്റവും വലിയ തെറ്റായിപ്പോയി, അങ്ങനെ നല്ലത് പറഞ്ഞു. ശരിക്കും ഇതെല്ലാം കേട്ടിട്ട് അവൾമാർക്ക് ശരിക്കും വിഷമമായി. അത് കുറേ നേരം കിടന്ന് കരയുമായിരുന്നു. എന്തായാലും ആദിലയ്ക്ക് വോട്ട് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദിലയുടെ കാര്യം ഇപ്പോൾ ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റത്തില്ല എത്ര നാൾ ഇവിടെ നിൽക്കുമെന്ന്. കാരണം എല്ലാവർക്കും ആഗ്രഹമുണ്ട് നോറയെ ഒറ്റയ്ക്ക് കളിക്കുന്ന കാണാൻ. കാരണം ഒറ്റയ്ക്കാണെങ്കിൽ ആ കൊച്ച് നല്ലപോലെ കളിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് കണ്ടറിയാം, ആദില ഉടനെ തന്നെ പുറത്ത് പോകുമോ അതോ വീണ്ടും നമ്മുടെ ഹൗസിൽ തന്നെ ഇരുന്നുകൊണ്ട് പല സ്റ്റാൻഡുകൾ മാറ്റി കളിക്കുമോ, എല്ലാം നമുക്ക് കണ്ടറിയാം.
നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നമ്മുടെ ആദിലയുടെ ഒരു ഗെയിമിനെ പറ്റി? കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദി നെക്സ്റ്റ് അപ്ഡേറ്റ്.